ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും വീടുകളിൽ സന്തോഷത്തോടെ സുഖമായിരിക്കുന്നുവെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകളൊക്കെ കൂപ്പിക്കേ. സ്നേഹിപിതാവേ, അങ്ങയെ അറിയുവാനായി അങ്ങേ മുൻപിലിതാ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ? കണ്ണുകളൊക്കെ തുറന്നോ? നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്? 8ാമത്തെ പാഠം. പുതിയ പാഠത്തിൻ്റെ പേരെന്താണ്? ഉത്തമ കുടുംബം. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കിയിരുന്നു അല്ലേ? അതെ. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കേ. എന്തെല്ലാം കാഴ്ചകളാണ് നാം കാണുന്നത്? വൃക്ഷലതാദികൾ, പലതരത്തിലുള്ള പറവകൾ, മനുഷ്യർ, പലതരത്തിലുള്ള ജീവികൾ, പൂവുകൾ, ഒരുപാട് കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം സൃഷ്ടിച്ചതാരാണ്? ദൈവം അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഈ ഭൂമിയെ വളരെ മനോഹരമാക്കി സൃഷ്ടിച്ചു. തൻ്റെ സൃഷ്ടിയുടെ പൂർത്തീകരണമായി ആരെയാണ് ദൈവം സൃഷ്ടിച്ചത്? അതെ, ആദത്തെ, നമ്മുടെ ആദ്യ പിതാവായ ആദത്തെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഈ ഭൂമിയിലുള്ള സമസ്ത വസ്തുക്കൾക്കും കൂട്ടിന് ദൈവം ഓരോരുത്തരെ നൽകിയിരുന്നു. ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. മനുഷ്യനായി ആദത്തെ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. ഭൂമിയിലുള്ള സമസ്ത വസ്തുക്കളുടെ മേലും അവന് അധികാരവും നൽകിയിരുന്നു. എങ്കിലും ആദത്തിൽ ഒരു ദുഃഖഭാവം ദൈവം കണ്ടു. ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നി. അങ്ങനെ ആദത്തിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് ആദത്തിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചത്? ആദത്തിന്റെ മാംസത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആദം ഹവ്വായെ പറഞ്ഞത് എന്താണ്? ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണെന്നാണ്. അങ്ങനെ ഭൂമിയിലെ ആദ്യത്തെ കുടുംബവും വിവാഹവും നടന്നത് അന്നായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ കുടുംബം രൂപപ്പെട്ടത് ആദവും ഹവ്വായും തമ്മിൽ ചേർന്നപ്പോഴാണ്. ഇതൊക്കെ നാം ഓരോരുത്തരും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചിട്ടുള്ളതല്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തെ പറ്റിയും ഹവ്വായെ പറ്റിയും. ഭൂമിയിലെ സമസ്ത വസ്തുക്കളുടെയും മേലുള്ള അധികാരം ദൈവം അവർക്ക് നൽകിയിരുന്നു. എല്ലാ വസ്തുക്കളെയും അവർ ഭരിച്ചിരുന്നു. പക്ഷേ നാം ഇപ്പോഴും ഉത്തമ കുടുംബമായി ആദത്തെയും ഹവ്വായെയും കരുതുന്നുണ്ടോ? ഇല്ല. അവർക്കെവിടെയോ ഒരു തെറ്റ് പറ്റിയിരുന്നു. ദൈവം അവർക്ക് അധികാരം നൽകിയപ്പോൾ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അവർ തെറ്റു ചെയ്തതിനാൽ എവിടെ നിന്നും പുറത്താക്കപ്പെട്ടു? സ്വർഗത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അവർക്കുണ്ടായിരുന്ന എല്ലാ നല്ല അനുഭവങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നാം ഉത്തമ കുടുംബമായി ആദത്തെയും ഹവ്വായെയും കരുതുന്നുണ്ടോ? ഇല്ല. പിന്നെ എപ്പോഴാണ് ഉത്തമ കുടുംബത്തെ പറ്റി നാം തിരിച്ചറിയുന്നത്? വിശുദ്ധ യൗസേപ്പിതാവും മാതാവും ഉണ്ണീശോയും ചേരുന്ന തിരുക്കുടുംബത്തെയാണ് ഉത്തമ കുടുംബമായി നാം പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനായ മനുഷ്യനായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് നീതിമാനായ മനുഷ്യനായിരുന്നു. പരിശുദ്ധ മറിയമോ അനുസരണയുള്ളവളായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ മാതാവ് ഈശോയെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുന്നത്. അന്നു മുതൽ ഈശോയെ കാൽവരിയിൽ തൻ്റെ മടിയിൽ കിടത്തുന്നതുവരെ
പരിശുദ്ധ അമ്മ അനുസരണയുള്ളവളായിരുന്നു. ഇനി ഈശോയെ നോക്കൂ നിങ്ങൾ. അപ്പനും അമ്മയ്ക്കും നല്ല മകനായിരുന്നു ഈശോ. കുട്ടിക്കാലത്ത് തന്നെ യൗസേപ്പിതാവിനെ ജോലിയിൽ സഹായിച്ചിരുന്നു, മാതാവിനെ അനുസരിച്ചിരുന്നു. ഈ കുടുംബത്തെയാണ് നാം തിരുക്കുടുംബമെന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കൂ മക്കളെ, നിങ്ങൾക്കും അപ്പനും അമ്മയും സഹോദരങ്ങളുമുണ്ട്. നമ്മുടെ കുടുംബവും തിരുക്കുടുംബമാണോ? ആലോചിച്ചു നോക്കൂ. തിരുക്കുടുംബമാകാൻ നാം എന്തൊക്കെ ചെയ്യണമായിരിക്കും? ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ടോ? നല്ല കുട്ടികളാണ്. നിങ്ങളുടെ എല്ലാം വീടുകളിൽ അപ്പനും അമ്മയും മക്കളുമൊക്കെയായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ഉത്തമ കുടുംബത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയെന്ന് പറയുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പ്രത്യക്ഷത്തിലുള്ള കാഴ്ചയാണ് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതുതന്നെയാണ് ഉത്തമ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണവും. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ തിരുക്കുടുംബം പോലെ ഒരു കുടുംബമാവണം നിങ്ങളുടേതെന്ന്? അതിനായി എന്താണ് ഇനി ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോയെ, അങ്ങേ തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും ആവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന വഴി നമ്മുടെ കുടുംബവും തിരുക്കുടുംബം പോലെയാവും. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു പ്രവർത്തനം നിങ്ങളോട് പറയട്ടെ. ഉത്തമ കുടുംബമാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്ന് കുറിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുമോ? ഉത്തമ കുടുംബമായി ജീവിക്കുവാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് എല്ലാവരും ചെയ്യണമത്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ടത് ഇതാണ്: വിശുദ്ധ യൗസേപ്പിതാവും പരിശുദ്ധ മറിയവും ഉണ്ണി യേശുവും ചേർന്നതുപോലെ നല്ലൊരു ഉത്തമ കുടുംബം നമ്മുടെ ഇടയിലും ഉണ്ടാകുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകണമേ എന്നുള്ളതാണ്. അങ്ങനെ ഉത്തമ കുടുംബമായാൽ മാത്രമേ ഉത്തമമായൊരു സമൂഹം നമുക്ക് വാർത്തെടുക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഉത്തമ കുടുംബമാകാൻ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്പനേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. ഇതിൽ ഒന്നാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാറുണ്ടോ? അതോ അച്ഛനും അമ്മയും ചൊല്ലുമ്പോൾ മാറിയിരുന്ന് TV കാണുമോ? ഇല്ല. എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നല്ല കുട്ടികളാണല്ലേ? എത്ര പേർക്കറിയാം ജപമാല ചൊല്ലുവാനായി? എല്ലാവർക്കും അറിയാം. ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും ഇല്ലേ? എങ്കിൽ ശ്രദ്ധിക്കുക മക്കളെ, ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന വഴിയാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും വരുന്നത്. ജോലിക്ക് പോകുന്ന അപ്പച്ചനുണ്ടാവാം, അമ്മച്ചിയുണ്ടാവാം. എങ്കിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപ് എല്ലാവരും വീടുകളിൽ എത്തിച്ചേരില്ലേ? ഇന്ന് മുതൽ ഇതുവരെ സാധിക്കാത്തവർ ഒരുമിച്ചിരുന്ന് അപ്പനെയും അമ്മയെയും നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ അവരെയൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥന ചൊല്ലുവാൻ ശ്രമിക്കണം. അതിലൂടെയാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകുവാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എത്തുന്നത്. മറ്റൊന്ന് ടീച്ചർ പറഞ്ഞത് എന്തായിരുന്നു? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ്. അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ഇന്ന് നിങ്ങൾക്ക് കൂട്ടുകാരെടുത്തില്ല. എന്താ കാരണം?
കൊറോണ എന്ന വ്യാധി വന്നത് മൂലം ക്ലാസ്സുകളില്ല, ബന്ധുവീടുകളിൽ പോകാൻ പറ്റില്ല, നിങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പറ്റില്ല, ഒത്തിരി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ? അതെല്ലാം നിങ്ങളുടെ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും പറയുവാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം കുറച്ചു നേരം അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അതോ ആ സമയത്തും ടെലിവിഷന് മുമ്പിലേക്ക് പോകുമോ? നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമോ? അതൊക്കെ മാറ്റണം. വേണ്ടെന്നല്ല ടീച്ചർ പറയുന്നത്. നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകുന്നതിന് വേണ്ടി ഇവയെല്ലാം കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കണം. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കണം. നിങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പങ്കുവയ്ക്കണം. അതുമൂലം വളരെ വലിയ ആനന്ദമാണ് നമ്മളുടെ ഹൃദയങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. ഇന്നു മുതൽ ഇതുവരെ ചെയ്യാത്തവർ അത് ചെയ്യാൻ ശ്രമിക്കുമല്ലേ? കാരണം നമുക്കും ഈശോയുടെ നസ്രത്തിലെ കുടുംബം പോലെ ആവണം. അതിനായി നമുക്ക് ശ്രമിക്കണ്ടേ? വേണം. എങ്കിൽ ടീച്ചർ ഒരു പ്രവർത്തനം ഇനി പറയട്ടെ. ഇത്രയും നേരം ഉത്തമ കുടുംബമാകുന്നതിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. ഇനിയും ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ടെത്തി എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യില്ലേ ഇത്? വളരെ നല്ല രീതിയിൽ എല്ലാവരും അത് ചെയ്യണം. ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുൻപ് എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. സ്നേഹപിതാവേ, വിശുദ്ധ ഔസേ പിതാവിൻ്റെ നീതിബോധവും പരിശുദ്ധ അമ്മയുടെ അനുസരണയും യേശുവിൻ്റെ സ്നേഹവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങേ തിരുക്കുടുംബം പോലെ നിർമ്മലമായ കുടുംബം ഞങ്ങളിൽ ഓരോരുത്തർക്കും അങ്ങ് സമ്മാനിക്കണമേ. ആമേൻ.